ഹലോ നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഞാനിപ്പോഴുള്ളത് മല്ലേശ്വരം ടെമ്പിൾ സ്ട്രീറ്റിലാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അവിടെ പോയത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വീഡിയോ അധികമൊന്നും എഡിറ്റ് ചെയ്യാതെ ഞാനങ്ങനെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് ഞാൻ വളരെ റീസെൻ്റായിട്ട് നമ്മുടെ ചിത്രകലാ പരിഷത്തിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് കണ്ടത്. കംപ്ലീറ്റ് ഫുൾ കാട്ടിനുള്ളൊരു അമ്പലം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അങ്ങനെ ഫൈനലി ഇവിടെ എത്തിപ്പെട്ടു. ഇത് നോക്കിയേ, ഇവിടെയാണ് ഞങ്ങൾ ആദ്യം വന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള ടെമ്പിൾ, കാട് മല്ലേശ്വര ടെമ്പിൾ. ശിവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു ഗോപുരം കണ്ടില്ല, ഒരു ദ്രാവിഡിയൻ സ്റ്റൈലിലുണ്ടാക്കിയിരിക്കുന്ന അമ്പലമാണ്. ഓൾമോസ്റ്റ് ഒരു 17th സെഞ്ച്വറി അല്ലെങ്കിൽ അതിനേക്കാളും പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അമ്പലമാണ് കേട്ടോ. നമ്മുടെ വളരെ ശക്തിയുള്ള ഒരു മൂർത്തിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടോ. നല്ല ഗ്രീനറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലാൻ എന്താ പറയുക, ഒത്തിരി സ്റ്റെപ്സൊക്കെ ഇങ്ങനെ കയറിയിട്ട് വേണം പോകാൻ. പക്ഷെ അതൊന്നും അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ് അത് കേട്ടോ. എന്തായാലും ഒരിക്കൽ പോയാൽ നമുക്ക് വീണ്ടും ആ ഒരു അവിടത്തേക്ക് എത്തിച്ചെല്ലാൻ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്ന ഒരു അമ്പലം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച തന്നെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കുറേ തിരക്കുകളൊക്കെ കാരണം പിന്നെ എനിക്ക് വീഡിയോ ഒന്ന് സ്വരുക്കൂട്ടി വെക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. ഒത്തിരി അങ്ങ് ഞാൻ ഇതിൽ വലിയൊരു എഡിറ്റിംഗ് ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഞാൻ എന്താണോ എടുത്തത് അതുപോലെ അങ്ങ് ഷെയർ ചെയ്യാണ് കേട്ടോ. ഇപ്പോഴും നല്ല ക്രൗഡുണ്ട്. ഇതിന് ടൈമിംഗ് എന്ന് പറയുന്നത് 12-12:30 ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളെത്തിയത് ഒരു 10 മണിയൊക്കെ ആയി ആക്ച്വലി. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അവിടുന്ന് അമ്പലത്തിൽ നിന്ന്, അതായത് നമ്മുടെ മെയിൻ മല്ലേശ്വര പ്രതിഷ്ഠ, അതായത് ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തൊഴുതു. നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ തന്നെ. അതുപോലെ ഒരു ദുർഗാദേവിയുടെ ഒരു ദേവസ്ഥാനമുണ്ട് അവിടെ. അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇതൊക്കെ ഒരേ എന്താ പറയുക, ഇതിൽ പ്രമൈസത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അമ്പലം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയാൽ നമ്മൾ എൻട്രൻസിലോട്ട് വന്നില്ല, അപ്പോൾ അതിനടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ നാഗസ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ നാഗസ്ഥാനത്തും കൂടെ തൊഴുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത അമ്പലത്തിലോട്ട് പോയത്. ഇത്
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ മെയിൻ സ്ട്രീറ്റിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി നരസിംഹ ടെമ്പിൾ കാണുന്നത്. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു എന്താ പറയുക റോക്ക് മാസിൻ്റെ മേലെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഒരു പാറക്കെട്ടിൻ്റെ മുകളിലുള്ള അമ്പലമാണ്. അങ്ങനെ ഇതിനുള്ളിൽ വീഡിയോസ് അങ്ങനെ മെയിനായിട്ടുള്ള ഇതൊന്നും എടുക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിൻഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നല്ല ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ അമ്പലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലൊരു എനർജി ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗംഗമ്മ ടെമ്പിളിലോട്ട് വന്നു കേട്ടോ. ഇതാണ് ഗംഗമ്മ ടെമ്പിൾ. ദിസ് ഓൾസോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ അമ്പലത്തിലും ഉണ്ടല്ലോ ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്രയോ വർഷങ്ങളായി ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലൊക്കെ പോകാനുള്ള ഒരു എനിക്ക് അറിഞ്ഞത് ഈ അമ്പലത്തിനെ കുറിച്ച് ശരിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. ശേഷമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു അമ്പലത്തിലോട്ട് വന്നത് ദക്ഷിണമുഖ നന്ദി. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റാണ് ഈ ടെമ്പിൾ സ്ട്രീറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കണ്ടില്ലേ, ഇവിടെ ഒരു പോണ്ട് ഉണ്ട്, നമ്മുടെ നാട്ടിലെ കുളം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് ഒത്തിരി മീനും അതുപോലെ തന്നെ ടേർട്ടിൽസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് വളരെ റീസെൻ്റായിട്ട് 1997 റീഡിസ്കവർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു നന്ദി സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ വായിൽ കൂടെ നല്ല ക്ലിയർ സ്ട്രീം, അതായത് വാട്ടർ ഇങ്ങനെ വരും. അത് ആ വെള്ളം വന്ന് ശിവലിംഗത്തിൽ പതിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ സോഴ്സൊന്നും അൺനോൺ ആണ്. ഇവിടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്ട്രീമിൽ നിന്ന് വരുന്ന വെള്ളം ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും ഈ ടെമ്പിൾ നമ്മൾ ഗംഗാ സ്ട്രീറ്റിൽ, അതായത് ടെമ്പിൾ സ്ട്രീറ്റിൽ പോവുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റാണ് എല്ലാ ടെമ്പിൾസും. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഒരു പിക്ചർ കണ്ടപ്പോൾ. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ചെറിയ കൊച്ചു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നാലും നമ്മുടെ ആ ഒരു ബാംഗ്ലൂരിൻ്റെ ശരിക്കും ഒരു ടിപ്പിക്കൽ വൈബ് ഫീൽ ചെയ്യേണ്ടിക്കൽ നമ്മൾ ശരിക്കും ഇതുപോലുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും അറിയുന്നത് നമ്മുടെ ആ ഒരു സിറ്റി ലൈഫിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് എന്താ പറയുക, ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പോകാനൊക്കെ എളുപ്പമാണ്. നമുക്ക് മന്ത്രി സ്ക്വയറിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടാവില്ല, അത്രയും ഇല്ല കേട്ടോ. ഒരു ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ എത്തുന്നതാണ്. പിന്നെ അതിനുശേഷം അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള CTR മസാല ദോശയൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു CTRൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ക്യൂ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ 12:30 വരെ എങ്ങാണ്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ശരി എന്നാൽ നമുക്കൊന്ന് ബസ്സിലൊന്ന് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്, നമുക്കിവിടെ ബസ് ഫ്രീ ആണല്ലോ, ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു. നമ്മുടെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് വന്നു. പണ്ടൊക്കെ ഈ ബസ് സ്റ്റാൻഡിലോട്ട് വരിക എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല, എന്തൊക്കെയോ നമ്പറുകളും കാര്യങ്ങളുമായിട്ട് 10, 17, 18 വർഷങ്ങൾക്ക് മുന്നേ, 20 വർഷങ്ങളായി കേട്ടോ. അതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരു വക അറിയണ്ടായിരുന്നില്ല ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ നമുക്ക് നേരെ മെട്രോയിലോട്ടുള്ള വഴിയുണ്ട്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്നു. നമ്മളങ്ങനെ മെട്രോയിൽ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസം. അപ്പോൾ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.